വേർപാട് ഏറെ വേദനയുള്ളതാണ്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് അനിവാര്യമായി തീരും. അത്തരം സാഹചര്യങ്ങളിലും അത് പരമാവധി സമാധാനപരമായി തീരുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നീണ്ട കോടതി വ്യവഹാരങ്ങളില്ലാതെ ഇപ്പോൾ വിവാഹബന്ധം പിരിയുന്നതിന് നിരവധി ഓപ്ഷനുകളുണ്ട്. രാജ്യത്തെ എല്ലാ മതവിഭാഗക്കാർക്കും അത് സാധ്യവുമാണ്. മുസ്ലിം ലോ പ്രകാരം വിവാഹം എന്നത് ഒരു കരാറാണ്. ആ കരാർ മറ്റൊരു വിവാഹമോചന കരാറിലൂടെ വേർപ്പെടുത്തുന്നതിനാണ് മുബാറത്ത് എന്ന് പറയുന്നത്. ശരിയായതിന്റെ പ്രൊണൗൺസിയേഷൻ മുബാറത്ത് എന്നാണ്. നമ്മുടെ കോടതികളിൽ അത് മുബാറത്ത് അല്ലെങ്കിൽ മുബാറാത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും ഒഴിവാവുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മുല്ല പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലോ 319 വകുപ്പിലാണ് ഈ മുബാറത്തിനെ പറ്റി പരാമർശിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഓപ്ഷൻ നിലവിലുണ്ടെങ്കിലും 2021 ഹൈക്കോടതി വിധി പ്രകാരമാണ് ഇത് വീണ്ടും ജീവൻ വെക്കുന്നത്. കേവലമായ ഒരു കരാറിനപ്പുറം ഭാര്യയുടെയും ഭർത്താവിന്റെയും, മക്കളുണ്ടെങ്കിൽ മക്കളുടെയും നിലവിലും ഭാവിയിലുമുള്ള മുഴുവൻ അവകാശങ്ങളും പ്രതിപാദിച്ച് ബാധ്യതകളെ സംബന്ധിച്ച് വ്യക്തമായ തീർപ്പ് കൽപ്പിച്ച് ഭാവിയിൽ വീണ്ടും ഒരു പ്രശ്നത്തിനോ കേസുകൾക്കോ പഴുതില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമായി എഴുതി ഇരു പാർട്ടികളുടെയും സമ്മതപ്രകാരം ഏർപ്പെടുന്നതാണ് മുബാറത്ത് കരാർ. ഈ കരാർ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്നും ഡിക്ലറേഷൻ വാങ്ങാനും കോടതിയുടെ ഉത്തരവ് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും കഴിയും. മറ്റു സാങ്കേതികത്വങ്ങളും ഇല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനും കഴിയും. നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ളതാവണം മുബാറത്ത് കരാർ. അങ്ങനെയെങ്കിൽ ഏറ്റവും സമാധാനപരമായ വിവാഹമോചന രീതിയാണ് മുബാറത്ത്. അതേസമയം കൃത്യമായ ആലോചനയില്ലാതെ ചെയ്ത കരാറിന്മേൽ പുലിവാലി പിടിച്ചു വന്ന കക്ഷികളും എന്റെ അനുഭവത്തിലുണ്ട്. മുബാറത്ത് കൂടാതെ മറ്റു ചില വിവാഹമോചന രീതികളും മുസ്ലിം ലോ പ്രകാരമുണ്ട്. അതിനെപ്പറ്റിയും ഹിന്ദു ക്രിസ്ത്യൻ ലോയിലെ വിവാഹമോചന രീതികളെ പറ്റിയും അടുത്ത വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം.